ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ എനിക്കുള്ള നിർദ്ദേശം അറിയാമല്ലോ. പ്രിയങ്കയ്ക്ക് മരണ മണിയറ ഒരുക്കി കൊടുക്കണം. ഇതിനപ്പുറത്തേക്ക് ഈ ചിത്രം ഞാൻ സൂക്ഷിച്ചൂടാ. എനിക്ക് വന്ന മാറ്റം മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ഇപ്പൊ എന്റെ ഉള്ളിൽ കള്ളത്തരമൊന്നുമില്ല. അഭിനയിക്കണമെന്നുള്ള മോഹമില്ല. ആൾക്കൂട്ടത്തില് വലിയ ആളാകണമെന്നുള്ള തോന്നലില്ല. വരുണനെ സ്നേഹിച്ച് വരുണന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് ജീവിച്ചാൽ മതി എനിക്ക്. അതിനപ്പുറത്തുള്ള ഒരു പുണ്യവും എനിക്ക് വേണ്ട. ചേച്ചി ഈ കാര്യം ആവശ്യപ്പെട്ട അത് വരുൺ തള്ളിക്കളയില്ല. എനിക്ക് വേണ്ടി ചേച്ചി സംസാരിക്കോ? ഞാൻ സംസാരിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. പ്രിയങ്കയും വരുണിനെയും കൂട്ടിച്ചേർക്കാൻ ആരും ഇനി മധ്യസ്ഥ ഒന്നും നടത്തണ്ട. അമ്മേ, നിങ്ങളെ കൂട്ടിച്ചേർക്കണമെന്ന് തീരുമാനിച്ചത് ഞാനാ. മോൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാ മതി. അതെന്താ അമ്മേ ചേച്ചിയോട് പറഞ്ഞ? മോളെ, രാധികയോ നീയോ പറയുമ്പോ അവന് നിഷേധിക്കാനുള്ള ആവേശം കൂടും. അങ്ങനെയല്ലല്ലോ ഞാനോ അച്ഛനോ പറയുമ്പോ. അതുകൊണ്ടാ പറഞ്ഞത്. രാധിക, ഒരു കാര്യം പറയാനുണ്ട്. പ്രിയങ്ക മനസ്സെല്ലാം തിരുത്തി അവളുടെ ജീവിതം ഒരു നല്ല രീതിയിൽ തുടങ്ങാനിരിക്കുക. അതൊന്ന് കെങ്കേമമാക്കണം. ഇവളെ ഒരു മണവാട്ടിയെ പോലെ അണിയിച്ച് ഒരുക്കി വേണം ഇന്ന് മുറിയിലേക്ക് വിടാൻ. അതൊന്നും വേണ്ടമ്മേ. വേണം. അത് മാത്രമല്ല, ആ മുറിയും നന്നായിട്ട് ഒരുക്കണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ രാധിക മോളെ കൊണ്ട്? ഞാൻ ചെയ്യാം. ആ, പിന്നൊരു കാര്യം, വരുൺ തൽക്കാലം ഈ കാര്യം അറിയണ്ട. അവനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പറഞ്ഞത് മനസ്സിലായല്ലോ? വരുൺ ഈ കാര്യം അറിയാനേ പാടില്ല. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ചേച്ചി? ഈ മണിയറ മണവാട്ടിയെ പോലെ ഒരുക്കം അതൊക്കെ ബോറാവില്ലേ? ഇല്ലടി, അമ്മയുടെ തീരുമാനങ്ങളൊക്കെ വളരെ ശക്താ. ഇങ്ങനൊക്കെ ചെയ്താലേ എല്ലാം മായ്ച്ചു കളയാൻ പറ്റും. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്ത് മായ്ച്ചു കളയാൻ? അത് നീയും വരണം തമ്മിലുള്ള പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ മായ്ച്ചു കളയണ്ടേ? നീ ഭാഗ്യവതിയാ. എന്തൊക്കെ ചെയ്താലും എന്നെ സ്നേഹിക്കാൻ ആളുണ്ട്. നിനക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ ആളുണ്ട്. ചേച്ചിയുടെ മോള് ഭാഗ്യം ചെയ്തവളാ. ഓരോ തവണയും ഞാൻ അങ്ങോട്ട് പറയാറില്ലേ, എന്റെ മനസ്സിന് കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതങ്ങനെ തന്നെയാ. ഇപ്പൊ എനിക്കുള്ള നിർദ്ദേശം അറിയാമല്ലോ. പ്രിയങ്കയ്ക്ക് മരണ മണിയറ ഒരുക്കി കൊടുക്കണം. ഇതിനപ്പുറത്തേക്ക് ഈ ചിത്രം ഞാൻ സൂക്ഷിച്ചൂടാ. ഞാനിത് ഉപേക്ഷിക്കാം. അതോടൊപ്പം
എന്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും ഞാനിത് ഉപേക്ഷിക്കാം. എത്രയോ കാലം അങ്ങയോടുള്ള പ്രണയം കൊണ്ട് രാധ അങ്ങയുടെ ധവൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് സാധിച്ചിട്ടില്ലല്ലോ. ആ കൂട്ടത്തില് പാവം മനുഷ്യ സ്ത്രീയായ ഞാനും. എന്റെ മനസ്സിന് കരുത്ത് തരണം. മരണന്റെ അമ്മ പറയുന്ന പോലെ എല്ലാം ചെയ്യാനുള്ള ശക്തി എനിക്ക് തരണം. അത് മാത്രമേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. മോനെ, എന്താമ്മേ? ദാ ഇത് നിനക്കുള്ള. എന്തിനിപ്പോ? എന്റെ പിറന്നാളല്ലല്ലോ, ഓണോ അല്ല, വിഷു അല്ല. അതൊന്നും അല്ലാതെ എന്താ നിനക്ക് വേണ്ടി എനിക്കൊന്നും വാങ്ങിക്കൂടെ? നിനക്കത് നല്ല ചേർച്ചയായിരിക്കും. എന്തായാലും ഇരിക്കട്ടെ. ദേ ഇത് വെറുതെ കയ്യിൽ വെക്കാനല്ല തന്നത്. നീ പോയത് ഇട്ടുണ്ടോ വന്നേ? ഞാനിത് വെറുതെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? അമ്മേ സത്യം പറ, ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി എന്നെ ഇരുത്താനുള്ള പരിപാടിയാണോ? അതൊന്നുമല്ല, ഇതിട്ട് നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ ഇടാൻ പറഞ്ഞേ. അത് വല്ലാത്തൊരു ആഗ്രഹമാണല്ലോ. ഈ ആഗ്രഹത്തിൽ ഇനി എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടോ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അയ്യോ വേണ്ട 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 വേണ്ട. ഇനി ഇതിന്റെ പേരും പറഞ്ഞൊരു സങ്കടം പിടിക്കണ്ട. പിന്നെ അമ്മ എനിക്കൊരു മുണ്ടും ജുബയും തരുന്നു, അതൊന്നും ഇട്ട് കാണാൻ അമ്മ ആഗ്രഹിക്കുന്നു. അതെങ്കിലും ചെയ്യാത്തൊരു മകൻ ഭയങ്കര ക്രൂരനല്ല അമ്മേ. മാറ്റിയേക്കാം. ആ അതെ, ഇപ്പൊ നീ നിന്റെ മുറിയിലോട്ട് പോണ്ട, ഞങ്ങളുടെ മുറിയിൽ പോയി മാറ്റിക്കോ. അതെന്തു പറ്റി എന്റെ മുറിയില്? ഞാൻ ആ മുറി വൃത്തിയാക്കാൻ കയറാൻ പോവാ. ഈ രാത്രി മുറി വൃത്തിയാക്കാൻ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അവിടെ എന്താ കാട് പിടിച്ചു കിടക്കുന്നോ? അതൊന്നും വൃത്തിയാക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നാ അമ്മ രാധികയോട് വൃത്തിയാക്കാൻ പറ. വേണ്ട. അതിനെന്താ, രാധിക വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാറുള്ളതല്ലേ? പകല് മുഴുവൻ അത് പണിയെടുക്കായിരുന്നു, ഇനി രാത്രിയും കൂടി അതിനെ പണിയെടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്നാ പറഞ്ഞേ. നീ പോയി മാറ്റാൻ നോക്ക്, വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. എന്തോ മൊത്തത്തിൽ എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ.